ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ മസാല ബോണ്ട എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ 2-3 പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയെല്ലാം നന്നായി വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടി, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മുളകും മഞ്ഞളൊന്നും മൂത്ത് വരുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. മുളകും മഞ്ഞളെല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ച് തൊലിയെല്ലാം കളഞ്ഞ് ഉടച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഉടച്ചു കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ചൂടാറുമ്പോൾ ഓരോ ബോളുകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഒരുപാട് വലിയ ബോളുകളാക്കുകയെന്നുണ്ടെങ്കിൽ ഇത് മാവിൽ മുക്കിയിട്ടിട്ട് കൊടുക്കുമ്പോൾ അത്രയും ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇത് ഏകദേശം മുങ്ങി നിൽക്കുന്ന അത്രയും ഓയിൽ ഉണ്ടെങ്കിലാണ് ഇത് നല്ല ഷേപ്പിലുള്ള മസാല ബോണ്ടയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇത്രയും വലുപ്പത്തിലുള്ള ബോളുകളാക്കിയിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ 8 ബോളുകളായിട്ടാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഇത് മുക്കി പൊരിക്കാനായിട്ടുള്ള മാവ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് കായംപൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇടുകയാണെങ്കിൽ നല്ലൊരു കളർ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലൊരു മാവ് രൂപത്തിലാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് കട്ടിയല്ല, എന്നാൽ ഒരുപാട് ലൂസ് അല്ലാത്തൊരു രീതിയിലുള്ള മാവ് തയ്യാറാക്കാം. ഇപ്പോൾ മാവ് കലക്കിയെടുക്കുമ്പോൾ ചെറിയ ചെറിയ കട്ടകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള മാവായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു കുഴിയുള്ള ഒരു പാനിൽ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഓരോ ബോളുകൾ ഈ മാവിൽ മുക്കിയെടുത്തിട്ട് നന്നായി മുക്കി കൊടുത്തിട്ട് ഇത് ഈ ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിൽ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ച് കൊടുക്കണം, എന്നാലാണ് നല്ല ഷേപ്പിലുള്ള മസാല ബോണ്ട എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ചെറിയൊരു കുഴിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഓയിൽ കുറവെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള മസാലയെല്ലാം തന്നെ ഓൾറെഡി വെന്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗത്തുള്ള മാവ് മാത്രമാണ് ഒന്ന് ആയിട്ട് വരണ്ടൂ. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ടെങ്ങാനും ഇത് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ മസാല ബോണ്ട തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ ഇത്രയും മതിയാവും, ഒരുപാട് ഡാർക്ക് കളർ ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള ബോളുകളും ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല ചൂടോട് കൂടി തേങ്ങ ചട്നിയുടെ കൂടിയോ അല്ലെങ്കിൽ തക്കാളി ചമ്മന്തിൻ്റെ കൂടിയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തേങ്ങ ചട്നിയുടെയും തക്കാളി ചട്നിയുടെയും എല്ലാം റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.